നമസ്കാരം. ഓ ഓ ഓ ശ്രീമദ് വാൽമീകി രാമായണം. കുജനം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം അയോധ്യാകാന്ഡം ശതതമ സർഗഃ. 100-ാം സർഗത്തിലെ 10 ശ്ലോകങ്ങൾ പാരായണം ചെയ്ത് അർത്ഥം ചിന്തിച്ചിരുന്നു. 11 തുടങ്ങി 21 വരെയുള്ള ശ്ലോകങ്ങൾ ചൊല്ലി ഏകദേശമായ അർത്ഥമൊന്ന് നോക്കാം. സർഗം 100-ലെ 11-ാമത്തെ ശ്ലോകം. കച്ചിദ്വിനയസമ്പന്ന കുലപുത്രോ ബഹുശ്രുതഃ അനസൂയുരനുദ്രഷ്ട സത്കൃതസ്തേ പുരോഹിതഃ. കച്ചിദഗ്നിഷു തേ യുക്തോ വിധിജ്ഞോ മതിമാനുജുഃ ഹുതം ച ഹോഷ്യമാണാം ച കാലേ വേദയതേ സദാ. കച്ചിദ്ദേവാൻ പിതൃൻ ഭൃത്യാൻ ഗുരൂൻ പിതൃസമാനപി വൃദ്ധാം ച താതവൈദ്യാം ച ബ്രാഹ്മണാം ചാഭിമന്യസേ. വിശ്വസ്ത്രവരസമ്പന്നം അർത്ഥശാസ്ത്രവിശാരദം സുധന്വാനമുപാധ്യായം കച്ചിത്വം താതമന്യസേ. കച്ചിദാൽപസമാശൂര ശ്രുതവന്തോ ജിതേന്ദ്രിയാഃ കുലീനാച്ഛേങ്കിതച്ഛാജ്ഞ കൃതാസ്തേ താതമന്ത്രിണഃ. മന്ത്രോ വിജയമൂലം ഹി രാജ്ഞാം ഭവതി രാഘവ സംവ്രതോ മന്ത്രിധുരൈരമാത്യൈ ശാസ്ത്രകോവിദൈഃ. കച്ചിന്നിദ്രാവശം നൈഷി കച്ചിത് കാലേവ ബുദ്ധ്യസേ കച്ചിച്ചാപരരാത്രേഷു ചിന്തയസ്യർത്ഥനൈപുണം. കച്ചിന്മന്ത്രയസേനൈക കച്ചിന്ന ബഹുഭിः സഹ കച്ചിത്തേ മന്ത്രിതോ മന്ത്രോ രാഷ്ട്രം ന പരിധാവതി. കച്ചിദർത്ഥം വിനിശ്ചിത്യ ലഘുമൂലം മഹോദയം ക്ഷിപ്രമാരഭസേ കർമ്മ ന ദീർഘയസി രാഘവഃ. കച്ചിന്നു സുഹൃതാന്യേവ കൃതരൂപാണി വാ പുനഃ വിദുസ്തേ സർവകാര്യാണി ന കർത്തവ്യാനി പാർത്ഥിവാഃ. കച്ചിന്ന തൈർകൈര്യുക്ത വായേ ചാപ്യപരികീർത്തിതാഃ ത്വയാ വാത വാമദാത്യൈർബുദ്ധ്യതേ താതമന്ത്രിതം. 11 തുടങ്ങി 21 വരെയുള്ള ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തത്. അപ്പോൾ ശ്രീരാമൻ ഭരതനെയും ശത്രുഘ്നെയും കണ്ടിട്ട് വളരെ അത്ഭുതപരതന്ത്രനാകുന്നു. തുരുതുര ഓരോ ചോദ്യങ്ങൾ ഭരതനോട് ചോദിക്കുകയാണ്. അവിടെ നിന്ന് പോന്നിട്ടൊരു വിവരവും അയോധ്യയിലെ അറിഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ അച്ഛൻ സുഖമായിരിക്കുന്നു, നീ എന്താണ് എന്നെ പോലെ ഇങ്ങനെ താപസനെ പോലെ വേഷം ധരിച്ചിരിക്കുന്നത്, നീ എന്താണ് ഇത്ര പരവശനായിരിക്കുന്നത്,
പിന്നെ അതുപോലെ തന്നെ മാതാവും കൗസല്യാദേവിയും സുമിത്രയും കൈകേയിയും ഒക്കെ സുഖമായിരിക്കുന്നു. ഇങ്ങനെ തുരുതുര ഓരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രീരാമൻ ഭരതനോട്. സർഗം 100-ലെ 11-ാമത്തെ ശ്ലോകം. കച്ചിദ് വിനയസമ്പന്ന കുലപുത്രോ ബഹുശ്രുതഃ അനസൂയാരനുദ്രഷ്ട സത്കൃതസ്തേ പുരോഹിതഃ. വിജ്ഞാനസമ്പന്നനും കുലീനനും അനസൂയനും സർവശാസ്ത്രജ്ഞനുമായ നിന്റെ പുരോഹിതൻ, അതായത് സുയജ്ഞ മഹർഷി സമാദൃതനായിരിക്കുന്നില്ലേ? ശ്ലോകം 12. കച്ചിദഗ്നിഷു തേ യുക്തോ വിധിജ്ഞോ മതിമാനുജുഃ ഹുതം ച ഹോഷ്യമാണം ച കാലേ വേദയതേ സദാ. അഗ്നിഹോത്രകർമ്മങ്ങളിൽ വിദഗ്ധനും ശാസ്ത്രവിധികൾ അറിയുന്നവനും മതിമാനും ഹിതകരനുമായ അദ്ദേഹം ഹോമകർമ്മങ്ങളിലെല്ലാം യഥാസമയം വേണ്ടത് ഉപദേശിക്കുന്നില്ലേ? ശ്ലോകം 13. കച്ചിദ്ദേവാൻ പിതൃൻ ഭൃത്യാൻ ഗുരൂൻ പൃഥുസമാനപി വൃദ്ധാം ഛത്താത വൈദ്യാം ഛ ബ്രാഹ്മണാം ഛാഭിമന്യസേ. ശ്ലോകം 13-ന്റെ അർത്ഥം: ദേവന്മാർ, പിതൃക്കൾ, ഭൃത്യർ, ഗുരുജനങ്ങൾ, പിതൃസ്ഥാനത്തുള്ളവർ, വൃദ്ധർ, വേദവിത്തുകൾ, ബ്രാഹ്മണർ എന്നിവരെല്ലാം യഥാർത്ഥം പൂജിതരായി ഇരിക്കുന്നില്ലേ? ശ്ലോകം 14. വിശ്വസ്ത്രവരസമ്പന്നം അർത്ഥശാസ്ത്രവിശാരദം സുധന്വാനമുപാധ്യായം കച്ചിത്വം താതമന്യസേ. ധർമ്മവേദകുശലനും അർത്ഥശാസ്ത്രവിശാരദനുമായ സുധന്വാവെന്ന ദേശികനെ വേണ്ടും വിധം ആദരിക്കുന്നില്ലേ? ശ്ലോകം 15. കച്ചിദാത്മസമാശൂര ശ്രുതവന്തോ ജിതേന്ദ്രിയാഃ കുലീനാച്ഛേങ്കിതജ്ഞാച്ഛ കൃതാസ്തേ താതമന്ത്രിണഃ. തനിക്കൊത്തവരും ശൂരരും ശാസ്ത്രജ്ഞരും ജിതേന്ദ്രിയരും കുലീനനും ഇംഗിതജ്ഞന്മാരുമായവരെ മന്ത്രിപദത്തിൽ നിയമിച്ചിട്ടില്ലേ? ശ്ലോകം 16. മന്ത്രോ വിജയമൂലം ഹി രാജ്ഞാം ഭവതി രാഘവ സുസംവൃതോ മന്ത്രിതുരൈരമാത്യൈ ശാസ്ത്രകോവിദൈഹൈ. മന്ത്രാലോചനയാണ് രാജാക്കന്മാർക്ക് വിജയാധാരം. മന്ത്രാലോചന രഹസ്യമായി സംരക്ഷിക്കുന്ന മന്ത്രിമാരുടെ സേവനം. ശ്ലോകം 17. കച്ചിന്നിദ്രാവശം നൈഷി കച്ചിത് കാലേവ ബുദ്ധ്യസേ കച്ചിച്ചാപരരാത്രേഷു ചിന്തയസ്യർത്ഥനൈപുണം. ശ്ലോകം 17-ന്റെ അർത്ഥം: നിദ്രാവശനായി പോവാറില്ലല്ലോ, യഥാകാലം ഉണർന്ന് ജാഗ്രതയിൽ വർത്തിക്കുന്നില്ലേ, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അന്നന്ന് നിർവഹിക്കേണ്ട കൃത്യങ്ങളെപ്പറ്റി ചിന്തിക്കാറില്ലേ? ശ്ലോകം 18. കച്ചിൻ മന്ത്രയസേനൈക കച്ചിന്ന ബഹുഭിഃ സഹ കച്ചിത്തേ മന്ത്രിതോ മന്ത്രോ രാഷ്ട്രം ന പരിധാവതി. ഒറ്റയ്ക്ക് മന്ത്രാലോചന നടത്താറില്ലല്ലോ, അതുപോലെ വളരെയേറെ പേരോടുകൂടിയും മന്ത്രാലോചന നടത്താറില്ലല്ലോ. അതായത് ഒറ്റയ്ക്കുമാകരുത്, അധിക ആളുകളും ആകരുത് എന്നാണ് സൂചിപ്പിക്കുന്നത്. ആലോചനകൾ അങ്ങാടിപ്പാട്ട് ആവാറില്ലല്ലോ. ശ്ലോകം 19. കച്ചിദർത്ഥം വിനിശ്ചിത്യ ലഘുമൂലം മഹോദയം ക്ഷിപ്രമാരഭസേ കർമ്മ ന ദീർഘയസി രാഘവ. വലിയ നേട്ടമുള്ളതും ചെറിയ തുടക്കമായിട്ടുള്ളതുമായ സമാരംഭങ്ങൾ നീട്ടിക്കൊണ്ടുപോകാതെ വേഗത്തിൽ തുടങ്ങുന്നില്ലേ? ശ്ലോകം
20. കച്ചിന്നു സുഹൃതാന്യേവ കൃതരൂപാണി വാ പുനഃ വിദുസ്തേ സർവകാര്യാണി ന കർത്തവ്യാനി പാർത്ഥിവാഹ. ചെയ്തു തീർത്തതിന് ശേഷമോ ചെയ്ത് കഴിഞ്ഞ പോലെയുള്ള ഘട്ടത്തിലോ അല്ലാതെ ഭവാന്റെ കൃത്യങ്ങൾ സാമന്ത രാജാക്കന്മാർ അറിയാറില്ലല്ലോ. ശ്ലോകം 21. കച്ചിന്ന തർഗൈര്യുക്ത വായേ ചാപ്യപരികീർത്തിതാഃ ത്വയാ വാ തവ വാമാത്യൈർബുധ്യതേ താതമന്ത്രിതം. ശ്ലോകം 21 അർത്ഥം: ഭവാനോ സജീവന്മാരോ ആലോചിച്ചുറച്ച കാര്യങ്ങൾ മറ്റുള്ളവർക്ക് യുക്തികൾ കൊണ്ടോ അഭ്യൂഹങ്ങൾ കൊണ്ടോ മറ്റോ പരസ്യം ആവാറില്ലല്ലോ. ശ്രീരാമൻ ഭരതനോട് അവിടുത്തെ വിശേഷങ്ങൾ ഒക്കെ ചോദിക്കുന്നത് കൂടാതെ ഒരു രാജാവ് ചെയ്യേണ്ട ധർമ്മങ്ങൾ കൃത്യമായും വളരെ നിഷ്ഠയോടും കൂടി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഭരതന് ഒരു ഉപദേശം കൂടി കൊടുക്കുകയാണ്. അനിയന് ഒരു ഉപദേശം കൂടി കൊടുക്കുകയാണ് ഇവിടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.